ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ നാട്ടിലേക്ക് പോക്കാന്ന്. നമ്മളിപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം സമയത്താണ് നാട്ടിൽ പോയത്. പിന്നെ പോയിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അതിന് ഈ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് 8 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ രാവിലെ പോകാമെന്നാണ് കരുതി. പിന്നെ വെച്ച് കുറച്ച് ലേറ്റായിട്ട് പോകാം, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അന്നേരം രാവിലെ പോയ ഷോപ്പൊന്നും തുറക്കൂലല്ലോ, ഡ്രസ്സ് വാങ്ങണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് 8 മണിയാകുമ്പോൾ അങ്ങനെ പോയി. നമുക്ക് എവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അവിടെ നിന്നും പോകണം, മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഈ കാണുന്നതെല്ലാം നമ്മൾ ചാല ബൈപ്പാസാണ്, പുതിയ റോഡ്. കുറച്ച് ഭാഗങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഈ വഴിയിലോട്ട് നമുക്ക് വഴി നല്ല ബ്ലോക്കില്ലാണ്ട് പോകാൻ പറ്റും. കാരണം ഈ ബൈപ്പാസ് വന്നതോടെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വടകര എത്താൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മാഹി വഴി ചുറ്റിപ്പോകാൻ കുറച്ച് ബ്ലോക്കിലെല്ലാം പെട്ടിട്ടാണല്ലോ എടുത്തത്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വേറെ ഒരു ചെറിയൊരു കസിൻ്റെ വീട്ടിലാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ആദ്യം നമ്മൾ നിന്ന് വീട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാം കാണാമെന്ന് കരുതി ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ കാണുന്ന പുഴയിൽ ചാനിയങ്കടവ് പുഴയാണ്. നമ്മളെവിടെയും നിർത്താണ്ട് വേഗം പോകാതെ മക്കളെയൊന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരുവിധം വേഗം എല്ലായിടത്തും എത്തിയിട്ട് നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ചായയും കുടിച്ചു. നല്ല പൊറോട്ടയും ഒരു പത്തലുമാണ് തിന്നത്, പിന്നെ വെജിറ്റബിൾ കറിയും. ഈ കാണുന്നതാണ് എൻ്റെ പണ്ടത്തെ വീടുള്ള സ്ഥലം. വീടൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, വാങ്ങിയവരതെല്ലാം പൊളിച്ചു, തറ മാത്രമുണ്ട്. അവിടെ കാണുന്നത് കുറച്ച് സ്ഥലം കൊടുത്തിട്ട് അവർ വീടെടുത്തൊരു ഭാഗമാണ് ആ ചെറിയൊരു വീട് കണ്ടത്. പിന്നെ അവിടെ തോടും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം തോടൊന്നുമില്ല, എല്ലാം കാട് വന്ന് ഫുൾ മൂടിപ്പോയി. പിന്നെ കുറേ ആൾ വീടെടുത്താലും ഗടങ്ങ് കെട്ടിയിട്ട് തോടിൻ്റെ വലിപ്പം എല്ലാം കുറഞ്ഞും പോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ എല്ലാ നാട്ടുകാരെല്ലാം കണ്ട് അവരൊന്നും വീഡിയോ എടുത്തില്ല, അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ പെരുവണ്ണാമൊഴി ഡാമിലിപ്പം വെള്ളം കനാൽ തുറന്നുകൊണ്ട് അതും കാണാനില്ലേ. അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി. അതെല്ലാം തുറന്നുകൊണ്ട് ഇപ്പോൾ അവിടെയും വെള്ളമില്ല. ഈ കാണുന്ന സ്ഥലമാണ് മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലം. നല്ല എന്താ പറയുക, ഫോറസ്റ്റ് സ്ഥലം പോലെയാണുള്ളത്. കൊക്കോ മരവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കാണുന്ന റബ്ബർ തോട്ടങ്ങളാണ്. എല്ലാ ഭാഗവും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ ആയല്ലോ പോകാത്ത. അങ്ങനെ നമ്മൾ ഒരുപാട് സമയത്തിന് ശേഷം നമ്മളെ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ വീട്ടിൽ നമ്മളങ്ങോട്ടെടുത്ത് അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവർക്കത്